ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ പോകാനാണ് റെഡിയായി നിൽക്കുന്നതെന്നല്ലേ എല്ലാവർക്കും ഒരു സംശയം കാണുമല്ലേ. ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെയാണ്. പക്ഷേ അവരിവിടെ അല്ല ഇപ്പോൾ താമസിക്കുന്നത്, അവരങ്ങ് വിതുരയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിതുര വരെ പോകണം. അപ്പോൾ ഏട്ടൻ നാണ്ട് കാർ എടുത്തുകൊണ്ട് വന്നേ. ഞങ്ങൾ മാത്രമല്ല, കൂടാതെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്, ആൻറ്റിയുണ്ട്, ആ ചേച്ചിയുടെ മോനുണ്ട്, പിന്നെ അമ്മയും ഞാനും മക്കളും ഏട്ടനും ഉണ്ട്. അത് ഏട്ടൻ കാർ എടുത്തിട്ട് വന്നാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി. ഓട്ടോ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നാണ്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കായിരുന്നു സെലിബ്രേഷൻ. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. ഇതാ പോകുന്ന വഴിയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതാണ്ട് അവിടെ നല്ല മഞ്ഞ് ഇങ്ങനെ മൂടി കെട്ടി നിൽപ്പുണ്ട്. നല്ല വ്യൂ ആണത്. പക്ഷേ എൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റിയുള്ളത് കിട്ടുന്നില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നാണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിനെന്ത് ഗിഫ്റ്റൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ അമ്മയും ചേച്ചിയൊക്കെ ഗിഫ്റ്റ് വാങ്ങി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പോയില്ല. അതായത് കുഞ്ഞിനെയും കൊണ്ട്, അതായത് അവനെയും കൊണ്ട് കടയിൽ കയറിയാൽ ശരിയാവില്ല. അവന് പിന്നെ കാണുന്നതെല്ലാം വേണം. അമ്മ എപ്പോഴും കള്ളക്കരച്ചിലാണ് കേട്ടോ. അവൻ അമ്മാമ്മയെ കാണണമെന്ന്, കാരണം അമ്മയുടെ കൂടെ കടയിൽ കയറാൻ വേണ്ടിയുള്ള കള്ളക്കരച്ചിൽ. അപ്പം കുഞ്ഞിന് വാങ്ങിച്ചത് എല്ലാവരും തുണിയും ഊഞ്ഞാലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റായിട്ട് കുഞ്ഞിന് വലിയൊരു കാസ്ട്രോൾ പോലെ എന്തോന്നാണ് അമ്മ വാങ്ങിയത്. ഞാൻ കണ്ടില്ല, അമ്മയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വീണ്ടും പോകാൻ തുടങ്ങി. അവൻ നല്ല വായാണ് കേട്ടോ, ചുമ്മാ ഇരിക്കില്ല, മിണ്ടാതിരിക്കത്തേയില്ല, നല്ല കാര്യം പറച്ചിലാണ്. അങ്ങനെ ഞങ്ങൾ ദാണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാനും മോനും ദാണ്ട് ഫ്രണ്ടിലിരുന്ന് ഇത് തന്നെ പണി. ക്യാമറ എടുത്തിട്ട് നമ്മുടെ കണ്ണാടിയുടെ ഫ്രണ്ടിലിങ്ങനെ വെച്ച് സൂം ചെയ്ത് അല്ലാതെയൊക്കെ ചുമ്മാ ഇരുന്ന് വീഡിയോസ് എടുപ്പാണ്. അവനത് കണ്ട് ചിരിക്കുകയാണ്. മോള് പുറകിൽ അവരോട് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പ്രത്യേകിച്ച് മോൻ്റെ അവനിങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. പക്ഷെ ഞങ്ങളുടെ തുടക്കം ഞങ്ങൾ സന്തോഷമായിട്ടൊരു പോക്കാണെങ്കിലും ഈ വീഡിയോയുടെ ഒടുക്കമെന്ന് പറയുന്നത് ഒരു ആശുപത്രി കേസായിട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. ഇതാണ് ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിലെത്തി. ഇതാണ് ബർത്ത്ഡേ ഗേൾ കേട്ടോ. ഞങ്ങളുടെ 1 വയസ്സുള്ള ബർത്ത്ഡേ ഗേൾ ഇതാണ്. അങ്ങനെ വാവയെ കണ്ട് വാവയെ കളിപ്പിക്കുകയൊക്കെയാണ്. അപ്പോൾ ആൻറ്റി കേക്ക് കൊണ്ടു തന്നു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായിപ്പോയി. എന്നാൽ കേക്കൊക്കെ കഴിച്ച് മുട്ടായൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ അവർ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഞ്ഞും കൂടി മൂടിക്കിടക്കുന്ന ടൈമാണെങ്കിൽ പിന്നെ പറയണം, നല്ല ഭംഗിയായിരിക്കും കാണാനല്ലേ. പിന്നെ ഈ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഹസ്സാണ് കേട്ടോ. ഹസ്ബൻഡാണ് ഈ ഡെക്കറേഷൻ വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടാൽ മതി. എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ആരും തീർച്ചയായിട്ടും വന്നാൽ വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ മോളെ ഞങ്ങൾ ബർത്ത്ഡേ ഗേളിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമൊക്കെ അവിടെ കളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ മക്കളാണെങ്കിൽ ഈ ബലൂണിന് അടക്കുകയായിരുന്നു. അങ്ങനെ അവർ 2 ബലൂണൊക്കെ എടുത്ത് കൊടുത്തല്ല, അത് വാങ്ങിയിട്ടേ അവർ അടങ്ങിയുള്ളത്, വേറെ സത്യം. അങ്ങനെ അവർ ആ ബലൂണും കൊണ്ടൊക്കെ കളിച്ച് നടന്ന ടൈമിൽ ഞങ്ങളെ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചേ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി പോകണം. അവിടുത്തെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാൻ പാടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. ഫുഡ് വേറൊന്നുമല്ല, നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ, ചപ്പാത്തിയും പപ്പടം, സലാഡ്, അച്ചാർ, ഇതൊക്കെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരവിടെ നിന്ന് കളിച്ചു. കുറേ നേരമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് വീണ്ടും തിരിച്ചു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചിട്ട് ഞങ്ങൾ പോയത് നേരെ ആശുപത്രിയിലേക്കാണ് കേട്ടോ. ആശുപത്രിയിലേക്ക് പോകാൻ കാരണം അമ്മയ്ക്ക് നല്ല കിടുങ്ങലായി. അപ്പോഴേക്കും നല്ല ജലദോഷം കൂടി നല്ല കിടുങ്ങലായി. അമ്മയ്ക്ക് ഒട്ടും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഞങ്ങളങ്ങനെ ആശുപത്രിയിൽ പോയി അമ്മയെ കാണിച്ചു. അപ്പം ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ നാളെ പറഞ്ഞു. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.